തെരഞ്ഞെടുപ്പ് കമ്മീഷന് എതിരെ വീണ്ടും ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ. മഹാരാഷ്ട്രയിൽ പുതിയ വോട്ടർമാരെ ചേർത്തതിലും പോളിംഗ് വർദ്ധിപ്പിച്ചതിലും സംശയങ്ങൾ ഉന്നയിക്കുക മാത്രമാണ് രാഹുൽ ചെയ്തത്. ആരോപണങ്ങൾക്ക് കൃത്യമായ തെളിവുകൾ നൽകാൻ രാഹുലിന് കഴിഞ്ഞുമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്ക് വേണ്ടി വോട്ട് മോഷ്ടിക്കുകയാണ് എന്ന ആരോപണവും രാഹുൽ ആവർത്തിച്ചു. അതേസമയം ആരോപണങ്ങൾ നിയമപരമായി തെളിയിക്കാൻ രാഹുലിനെ വെല്ലുവിളിച്ച കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തി. രാഹുലിന് ഈ വിഷയത്തിൽ കത്ത് നൽകുകയും ചെയ്തു. വിശദാംശങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, നമുക്കറിയാം മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴാണ് യാതൊരു തെളിവുമില്ലാതെ രാഹുൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പരാജയത്തിൻ്റെ നാണംകേട് മറയ്ക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റപ്പെടുത്തി രംഗത്ത് വന്നിട്ടുള്ളത്. BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒത്തുകളിച്ചു എന്നുള്ള വ്യാജ ആരോപണങ്ങൾ രാഹുൽ ഉന്നയിച്ചിരിക്കുന്നു. എന്തായാലും കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ രാഹുലിനോട് വിശദീകരണവും ചോദിച്ചിട്ടുണ്ടല്ലോ. ശ്രീകാന്ത്, തുടർച്ചയായി രാഹുൽ ഗാന്ധി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനാൽ തന്നെ ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ള ഈ ആരോപണത്തിന് ആരും വലിയ വില നൽകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഈ അടുത്തിടെയാണ് സുപ്രീം കോടതിയിൽ നിന്നും ചൈന ഇന്ത്യയുടെ ഭൂമി പിടിച്ചടക്കി എന്ന രാഹുൽ ഗാന്ധിയുടെ മുൻപത്തെ ഒരു ആരോപണത്തിൽ രൂക്ഷ വിമർശനം നേരിടേണ്ടി വന്നത്. നിങ്ങൾക്ക് ഒരു ഇന്ത്യക്കാരൻ തന്നെയാണോ നിങ്ങൾ എന്ന് കോടതിക്ക് ചോദിക്കേണ്ട സാഹചര്യം പോലും ഉണ്ടായി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ ഇപ്പോൾ ഗൗരവത്തിൽ ആരും എടുക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുത. രണ്ട്, നേരത്തെ ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ആരോപണങ്ങളിൽ മേൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയക്കുകയും മൊഴി നൽകാൻ ഹാജരാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതാണ്. ഒരു വട്ടം പോലും അദ്ദേഹം ഹാജരായില്ല എന്ന് മാത്രമല്ല, ഈ നോട്ടീസിന് മറുപടി നൽകിയതുമില്ല. അതിന് തൊട്ടു പിന്നാലെയാണ് കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്ന കാര്യം മഹാരാഷ്ട്രയിൽ പുതിയ വോട്ടർമാരെ ചേർത്തതിലും പോളിംഗ് വർദ്ധിച്ചതിലും സംശയങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആരോപണങ്ങൾക്ക് തെളിവ് എന്ന രീതിയിൽ അദ്ദേഹം ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ചില കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്ക് വേണ്ടി വോട്ട് മോഷ്ടിക്കുകയാണെന്ന ആരോപണം അദ്ദേഹം ആവർത്തിച്ചിട്ടുണ്ട്. ഇതിനെ തുടർന്ന് ഇപ്പോൾ കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ആരോപണങ്ങൾ തെളിയിക്കാൻ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ നോട്ടീസ് ഇപ്പോഴും അയച്ചിട്ടുള്ളത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, രാഹുൽ ഗാന്ധിയുടെ മുൻപ് ഉണ്ടായിരുന്ന ആരോപണങ്ങൾ പോലെ സമാനമായ രീതിയിൽ അല്ല ഇത് പോകാൻ സാധ്യത. കാരണം ഒരു ഭരണഘടനാ സ്ഥാപനത്തിനെതിരെയാണ് ഇത്ര രൂക്ഷമായ പ്രചാരണം അദ്ദേഹം നടത്തിയിട്ടുള്ളത്. BJP ഇതിനോടകം തന്നെ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കിരൺ റിജിജു അടക്കം ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നു. കേസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം, രാഹുൽ ഗാന്ധിയുടെ പ്രചാരണങ്ങളെ ഇപ്പോൾ വലിയ കാര്യമായി ഗൗരവത്തിൽ ആരും എടുക്കുന്നില്ല എന്നുള്ളത് കൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുമാണ്. ശ്രീകാന്ത്, ഇതേ വിഷയത്തിൽ നേരത്തെ കോടതിയും രൂക്ഷമായ ഭാഷയിൽ രാഹുലിനെ വിമർശിച്ചിരുന്നല്ലോ. തെളിവുകളില്ലാതെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനെ പറ്റി നേരത്തെ കോടതിയുടെ ഭാഗത്തു നിന്നും രാഹുലിന് വിമർശനം നേരിടേണ്ടി വന്നിരുന്നല്ലോ. ശ്രീകാന്ത്, വിനോദ്, ഈ കോടതിയുമായി ബന്ധപ്പെട്ട് അത് അങ്ങനെയും ചില സംഭവങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആക്ഷേപങ്ങളിന്മേൽ അത് കോടതിയിലൊക്കെ തന്നെ ഈ കേസ് വന്നതാണ്. അത് കോടതിയിൽ നിന്നടക്കം തള്ളിപ്പോവുകയും ചെയ്തതാണ്. അതിനുശേഷം നിരവധിയായ തവണ രാഹുൽ ഗാന്ധി തന്റെ ആരോപണങ്ങൾ സ്വദേശത്തും വിദേശത്തും അദ്ദേഹം യാത്ര ചെയ്യുകയും ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അദ്ദേഹം കർണാടകയിലും മഹാരാഷ്ട്രയിലും നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീണ്ടും അതേ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. ഒരു ആറ്റം ബോംബ് താൻ ഇടും എന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു. അദ്ദേഹം ഉദ്ദേശിച്ച ആറ്റം ബോംബ് ഇതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടതും. പക്ഷേ അത് ഉദ്ദേശിച്ച ഫലം ഇതുവരെ ചെയ്തു എന്ന് കരുതാൻ വയ്യ. മുൻ ആരോപണം കുറെ അധികം പേപ്പറുകളുമായി എത്തി മാധ്യമങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നത് മാത്രമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. വ്യക്തമാണ്. മഹാരാഷ്ട്രയിലെയും അതേപോലെ തന്നെ കർണാടകയിലെയും ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ BJPയെ സഹായിച്ചു തുടങ്ങിയ ആക്ഷേപങ്ങളാണ് രാഹുൽ മുന്നോട്ട് വെച്ചത്. പക്ഷെങ്കിൽ ഇക്കാര്യത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ട് കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുലിന് നോട്ടീസ് അയക്കുകയും ചെയ്തു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ശ്രീകാന്ത്.